ഗുഡ് മോർണിംഗ് ഓൾ. EVSൻ്റെ ഫസ്റ്റ് 2 മൊഡ്യൂൾസ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് മൂവ് ചെയ്യാൻ പോകുന്നത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ എന്ന് പറയുന്ന 3rd മൊഡ്യൂളിലേക്കാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈറ്റിൽ തന്നെ നമുക്ക് ആ മൊഡ്യൂളിൽ എന്തൊക്കെ ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പൊല്യൂഷൻസിനെ കുറിച്ചാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഓരോ ടൈപ്സിനെയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സാമിൻ ചെയ്യുക. അതിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണ്, എങ്ങനെ കൺട്രോൾ ചെയ്യാം, എന്തൊക്കെ എഫക്ട്സാണ് ആ ഒരു പൊല്യൂഷൻ ഉണ്ടാക്കുന്നതെന്നുള്ളതൊക്കെ കുറിച്ചിട്ടാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ്ണായിട്ട് വരുന്നത് എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന സബ് ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് എയർ പൊല്യൂഷൻ എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ, എയർ പൊല്യൂഷൻ മേ ബി ഡിഫൈൻഡ് ആസ് എനി അറ്റ്മോസ്ഫിയറിക് condition in which certain substances are present in such concentration that they produce undesirable effect on man and his environment. ഓക്കെ, അപ്പോൾ എയർ പൊല്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം. എയർ അല്ലെങ്കിൽ വായു പൊല്യൂട്ട് ആവുന്ന കണ്ടീഷനാണ് നമ്മൾ എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ വായു മലിനീകരണം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷനായിട്ട് ഇറ്റ് ക്യാൻ ബി എനി കണ്ടീഷൻ ഇൻ വിച്ച് സർട്ടൈൻ സബ്സ്റ്റൻസസ്, ചില സബ്സ്റ്റൻസസ് അത് അതിൻ്റെ അളവിൽ വരുന്ന ആ ഒരു ചേഞ്ച് കാരണം കൂടിയാൽ അത് നമ്മളിൽ അനാവശ്യമായ എഫക്ട്സ് ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് ദോഷം ചെയ്യുന്ന എഫക്ട്സ് ഉണ്ടാകും. ഹ്യൂമൻ ബീങ്സിലായാലും എൻവയോൺമെൻറ്റിലായാലും, മനുഷ്യനായാലും അവൻ ജീവിക്കുന്ന ആ ഒരു പരിസ്ഥിതിയിൽ അല്ലെങ്കിൽ നേച്ചറിനായാലും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പൊല്യൂഷനെ, ആ ഒരു എയറിനെ എഫക്റ്റ് ചെയ്യുന്ന പൊല്യൂഷനാണ് നമ്മൾ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കണമെന്നില്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാം. എന്നാലും ഒരു ഡെഫിനേഷൻ എന്നുള്ള രീതിയിൽ ഇത് നോക്കിപ്പോകാം. ദെൻ the natural combination of air is nitrogen 78%, oxygen 21% and others 1%. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിലാണ് നാച്ചുറൽ കോമ്പിനേഷൻ ഓഫ് എയർ എന്ന് പറയുന്നത് ഇതാണ്. നൈട്രജൻ 78ഉം ഓക്സിജൻ 21ഉം ബാക്കി വരുന്നത് 1% ആയിട്ടാണ്. അപ്പോൾ എയർ പൊല്യൂഷൻ സംഭവിക്കുമ്പോൾ ഈ പറയുന്ന ഓരോന്നിൻ്റെ അളവിൽ ചേഞ്ചസ് വരും. ഓക്സിജൻ്റെ അളവ് വീണ്ടും കുറയാം, അല്ലെങ്കിൽ നൈട്രജൻ്റെ അളവ് കൂടാം. അപ്പോൾ ഹ്യൂമൻ ബീങ്സിനായാലും ആവശ്യം കൂടുതൽ വരിക ഓക്സിജനാണ്. അപ്പോൾ അതിൻ്റെ അളവ് കുറയുന്നതോടെയും അതേപോലെ തന്നെ വേറെ ഒരുപാട് എഫക്ട്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാണ് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ എയർ പൊല്യൂഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 2ആയിട്ടാണ് മെയിൻ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അക്കോർഡിംഗ് ടു ഒറിജിനും ആൻഡ് അക്കോർഡിംഗ് ടു സ്റ്റേറ്റ് ഓഫ് മാറ്ററും. ഒറിജിനെ ബേസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് മാറ്ററിനെ ബേസ് ചെയ്തിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഒറിജിൻ രണ്ടായിട്ടാണ് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ പ്രൈമറി പൊല്യൂട്ടൻസും സെക്കൻഡ് വൺ സെക്കൻഡറി പൊല്യൂട്ടൻസും ഉണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എയർ പൊല്യൂഷൻ എന്നുള്ളതിൽ നമുക്ക് ഫസ്റ്റ് 2 മെയിൻ ഹെഡിങ് കൊടുക്കാവുന്നത് അക്കോർഡിംഗ് ടു ഒറിജിൻ ആൻഡ് അക്കോർഡിംഗ് ടു സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അക്കോർഡിംഗ് ടു ഒറിജിനെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, പ്രൈമറി പൊല്യൂട്ടൻസ് ആൻഡ് സെക്കൻഡറി പൊല്യൂട്ടൻസ്. ഇനി നോക്കാം പ്രൈമറി പൊല്യൂട്ടൻസ് എന്താണെന്നുള്ളത്. The pollutants that are emitted directly from the sources and are found in the atmosphere in the form in which they were emitted are called primary pollutant. അപ്പോൾ നേച്ചർക്ക് ഡയറക്റ്റായിട്ട് എമിറ്റ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ നേച്ചർക്ക് അല്ലെങ്കിൽ എയർക്ക് ഡയറക്റ്റായിട്ട് എമിറ്റ് ചെയ്യുന്നതിനെയാണ്, അത് എങ്ങനെ എമിറ്റഡ് ആയോ അല്ലെങ്കിൽ എയറിൽ അത് എങ്ങനെ വന്നോ അതുപോലെ തന്നെ അത് പ്രസൻ്റ് ആയിരിക്കും. ആ പറയുന്ന എലമെൻസിനെയാണ് പ്രൈമറി പൊല്യൂട്ടൻസ് പറയുന്നത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സൾഫർ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഹൈഡ്രോ കാർബൺ, ആഷ്, സ്മോക്ക്, ഡസ്റ്റ്. അത് എങ്ങനെയാണോ വായുവിൽ എത്തിയിരിക്കുന്നത് അത് ആ ഫോമിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഡിവിഷനായിട്ട് വരുന്നത് സെക്കൻഡറി പൊല്യൂട്ടൻസ് ആണ്. ദ പൊല്യൂട്ടൻ ദാറ്റ് ദേ ആർ ഫോം ഇൻ ദ അറ്റ്മോസ്ഫിയർ ബൈ കെമിക്കൽ ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ പ്രൈമറി പൊല്യൂട്ടൻസ് ആൻഡ് ദ അറ്റ്മോസ്ഫിയർ കൺസ്റ്റിറ്റ്വൻസ് ആർ കോൾഡ് സെക്കൻഡറി പൊല്യൂട്ടൻ. അപ്പോൾ സെക്കൻഡറി പൊല്യൂട്ടൻസ് പറയുമ്പോൾ ഇതേപോലെ അതിലേക്ക് എമിറ്റ് ചെയ്തിട്ട് ആ സെയിം ഫോമിൽ കണ്ടിന്യൂ ചെയ്യുന്നതല്ല, മറിച്ച് അത് അറ്റ്മോസ്ഫിയറിലെ ഒരു കെമിക്കൽ ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ട് ഈ പ്രൈമറി പൊല്യൂട്ടൻസും ബാക്കി അറ്റ്മോസ്ഫിയറിലുള്ള എലമെൻസും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു മിശ്രിതമായിട്ട് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനായിട്ട് വരുന്ന ബാക്കി പൊല്യൂട്ടൻസിനെയാണ് നമ്മൾ സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓസോൺ, സൾഫർ ഡയോക്സൈഡ്, സൾഫർ ട്രൈഓക്സൈഡ് ആൻഡ് ആൽഡിഹൈഡ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ അക്കോർഡിംഗ് ടു ഒറിജിനെ ബേസ് ചെയ്തിട്ട് 2ആയി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മെയിൻ ഡിവിഷൻ വരുന്നത് അക്കോർഡിംഗ് ടു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ്. അതിനെയും 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഗാഷ്യസ് പൊല്യൂട്ടൻറ്റും പെർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻറ്റും, ഗ്യാസ് ഫോമിലുള്ളതും പെർട്ടിക്കുലേറ്റ് ആയിട്ടുള്ളതും. ഓക്കെ,
Gaseous pollutant. These are pollutants occurring in the gaseous state at normal temperature and pressure. അപ്പോൾ ഗ്യാസ് ഫോമിലുള്ള പൊല്യൂട്ടൻസിനെയാണ് gaseous pollutants എന്ന് പറയുന്നത്. അത് നോർമൽ ടെമ്പറേച്ചറിലും പ്രഷറിലും ഒക്യൂർ ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ഓക്സൈഡ്, ഹൈഡ്രോ കാർബൺസ് ഈ പറയുന്നതാണ് കൊടുത്തിട്ടുള്ള എക്സാമ്പിളായിട്ട്. അടുത്തായി പറയുന്നത് പെർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഗ്യാഷ്യസ് എന്ന് പറയുമ്പോൾ ഗ്യാസ് ഫോമിലുള്ളത്, പെർട്ടിക്കുലേറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് സോളിഡ് എലമെൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ സോളിഡ് ഫോമിലുള്ള ഖരരൂപത്തിലുള്ള എലമെൻറ്റ്സ് വരുന്നതാണ്. All atmospheric substances that are not gases but may be suspended droplets, solid particles or mixture of the two are generally referred to as particulates. അപ്പോൾ particulates എന്ന് പറയുമ്പോൾ അത് ഗ്യാസസ് അല്ല, മറിച്ച് സസ്പെൻഡഡ് ഡ്രോപ്ലെറ്റ്സ് പോലെ ഡ്രോപ്ലെറ്റ്സ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ സോളിഡ് പാർട്ടിക്കിൾസ് ആവാം, കുറച്ച് ഖരരൂപത്തിലുള്ള എലമെൻറ്റ്സ് വരുന്ന ഇനി പാർട്ടിക്കിൾസും ആവാന്ന് പറയുന്നത്. അതിനാണ് പെർട്ടിക്കുലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് ഡസ്റ്റ്, സ്മോക്ക്, മിസ്റ്റ്, ഫോഗ്, ഫ്യൂംസ് ഈ പറയുന്നവയ്ക്കാണ് പെർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻസ് ആയിട്ട് എക്സാമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ എയർ പൊല്യൂഷൻ എന്താ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനും പറഞ്ഞു. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ ആണ്. സോ എയർ പൊല്യൂഷൻ ഉണ്ടാവുന്ന റീസൺ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, അതിനെയും വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ സോഴ്സസ് അല്ലെങ്കിൽ ഓർ കോസസ് എന്ന് പറയാം, അതും അല്ലെങ്കിൽ മാൻ മെയ്ഡ്. അപ്പം മെയിനായിട്ട് രണ്ട് ഡിവിഷൻ വരുമ്പോൾ നാച്ചുറലും മാൻ മെയ്ഡും ആയിരിക്കും. നാച്ചുറലി അല്ലെങ്കിൽ പ്രകൃതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതും ഹ്യൂമൻ ബീങ്സ് കാരണം ഉണ്ടാകുന്നത്, അതാണ് നാച്ചുറലും മാൻ മെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറലായിട്ട് അനയറോബിക് ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ് മീഥെയിൻ ഓർ മാർഷ് ഗ്യാസ്. അപ്പോൾ ആ ഒരു മീഥെയിൻ അല്ലെങ്കിൽ മാർഷ് ഗ്യാസിൻ്റെ പ്രൊഡക്ഷനാണ് പറയുന്നത് അനയറോബിക്. അനയറോബിക് എന്ന് പറയുമ്പോൾ ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ലാതെ ഡീകമ്പോസിഷനിൽ വരുന്ന അതിൽ പ്രൊഡ്യൂസ്ഡ് ആവുന്ന മീഥെയിനും അല്ലെങ്കിൽ മാർഷ് ഗ്യാസൊക്കെ ഈ പറയുന്ന എയർ പൊല്യൂഷന് കാരണമാവാം. ദെൻ കാർബൺ മോണോക്സൈഡ് ഫ്രം ദ ബ്രേക്ക് ഡൗൺ ഓഫ് മീഥെയിൻ നിന്നുണ്ടാവുന്ന കാർബൺ മോണോക്സൈഡ്. ദെൻ വോൾക്കാനിക് എറപ്ഷൻസ് റിലീസ് മെനി ഗ്യാസസ് വിച്ച് കോസസ് എയർ പൊല്യൂഷൻ. അപ്പോൾ വോൾക്കാനിക് എറപ്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ അഗ്നിപർവ്വത സ്ഫോടനം എന്ന് പറയും, ആ ഒരു ടൈമിലൊക്കെ ഒരുപാട് ഗ്യാസസ്, എയറിനെ പൊല്യൂട്ട് ചെയ്യുന്ന ഒരുപാട് ഗ്യാസസ് റിലീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സാൾട്ട് ഫ്രം സ്പ്രേ ഫ്രം ഓഷ്യനിൽ നിന്നുണ്ടാകുന്ന സാൾട്ട് സ്പ്രേ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സും എയർ പൊല്യൂഷന് കാരണമാവുന്നുണ്ട്. ഡസ്റ്റ് സ്റ്റോം, പൊടിക്കാറ്റുകൾ അല്ലെങ്കിൽ പൊടി അടങ്ങുന്ന ആ ഒരു കൊടുങ്കാറ്റ് പോലത്തെ ആ ഫോംസിലും എയർ പൊല്യൂഷന് സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെ നേച്ചറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന എയർ പൊല്യൂഷനാണ്. 5 പറഞ്ഞത് അനയറോബിക് ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ് മീഥെയിൻ ഓർ മാർഷ് ഗ്യാസ്. ഫസ്റ്റ് വൺ അത് ജസ്റ്റ് ഷോർട്ടായിട്ട് പ്രൊഡക്ഷൻ ഓഫ് മീഥെയിൻ, അത് അനയറോബിക് ഡീകമ്പോസിഷൻ ആണെന്നും കൂടെ മൈൻഡിലുണ്ടായാൽ മതി. സെക്കൻഡ് വൺ കാർബൺ മോണോക്സൈഡിൻ്റെ പ്രൊഡക്ഷനാണ് മീഥെയിൻ. ദെൻ വോൾക്കാനിക് എറപ്ഷൻ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ഗ്യാസ് റിലീസ് ചെയ്യുന്നുണ്ട്, അത് കാരണം സംഭവിക്കുന്ന എയർ പൊല്യൂഷൻ. ദെൻ സാൾട്ട് സ്പ്രേ ഫ്രം ഓഷ്യനിൽ നിന്ന് സംഭവിക്കുന്ന സാൾട്ട് സ്പ്രേ. ദെൻ ഡസ്റ്റ് സ്റ്റോം. ഇതാണ് നമ്മൾ നാച്ചുറൽ സോഴ്സസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ മാൻ മെയ്ഡ് സോഴ്സസ് ആണ്. നമുക്കറിയുന്ന കാര്യം തന്നെയാണ് എങ്ങനെയൊക്കെയാണ് ഹ്യൂമൻ ബീങ്സ് കാരണം എങ്ങനെ എയർ പൊല്യൂഷൻ സംഭവിക്കുന്നു എന്നുള്ളത്. ഫസ്റ്റ് വൺ നോക്കാം. റാപ്പിഡ് ഇൻക്രീസ് ഓഫ് പോപ്പുലേഷൻ ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് എയർ പൊല്യൂഷൻ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഒരാൾ കാരണം ഉണ്ടാകുന്ന പൊല്യൂഷൻ ആവില്ല, രണ്ടാൾ കാരണം, അപ്പോൾ ഇരട്ടിയാവും. അപ്പോൾ പോപ്പുലേഷൻ എത്രത്തോളം കൂടുന്നു അത്രത്തോളം പൊല്യൂഷനും കൂടുന്നതാണ് പറയുന്നത്. അപ്പോൾ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ പൊല്യൂഷന് കാരണമാവുന്നതാണ്. പോപ്പുലേഷൻ ജനസംഖ്യയിൽ വരുന്ന വർധനവ് ഈ പറയുന്ന എയർ പൊല്യൂഷന് കാരണമാവുന്നുണ്ട്. എയർ പൊല്യൂഷൻ എന്നല്ല, എല്ലാ പൊല്യൂഷനും കാരണമാവുന്നുണ്ട്. ഡീഫോറസ്റ്റേഷൻ ബൈ മാൻ. ഫസ്റ്റ് രണ്ടാമത്തത് പറയുന്നത് ഡീഫോറസ്റ്റേഷനാണ്. നമ്മൾ കാട് വെട്ടി നശിപ്പിക്കുന്നത് എത്രത്തോളം എയറിനെ പൊല്യൂട്ട് ചെയ്യുന്നുള്ളത്. കാരണം മരങ്ങൾ അല്ലെങ്കിൽ കാട്, ഫോറസ്റ്റ് എന്ന് പറയുന്നത് നേച്ചറിനും എയറിനും ആ ഒരു നേച്ചറിൻ്റെ ബാലൻസ് ആയിട്ടുള്ള സിസ്റ്റത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് അറിയാം. അപ്പോൾ ഡീഫോറസ്റ്റേഷൻ നമ്മൾ ചെയ്തുകൊണ്ട് വരുന്ന അത്തരം ആക്ഷൻസ് ഇവിടെയൊക്കെ നെഗറ്റീവ് ഇമ്പാക്ട്സ് ആണ് കൊണ്ടുവരുന്നത്. ഡീഫോറസ്റ്റേഷൻ ബൈ മാൻ ഫോർ ഹിസ് ഓൺ നീഡ് ഹാസ് ഡിസ്റ്റർബ്ഡ് ദ ബാലൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ ഇൻ നേച്ചർ. അപ്പോൾ മരങ്ങൾ വെട്ടുന്നത് അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണ്, അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും ബാലൻസിനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എയർ പൊല്യൂഷന് കാരണമാവുന്നുണ്ട്. ഒരുപാട് മാലിന്യങ്ങൾ എയറിൽ തങ്ങി നിൽക്കുന്നതിന് കാരണമാവുന്നുണ്ട്. ദെൻ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ലീഡ്സ് ടു ഫോർമേഷൻ ഓഫ് പൊല്യൂട്ടൻസ്. പിന്നെ നമ്മൾ
ഫോസിൽ ഫ്യൂൽസ് ബേൺ ചെയ്യുമ്പോൾ അതും എയർ പൊല്യൂഷന് കാരണമാവുന്നുണ്ട്. ഇൻഡസ്ട്രീസ് ആർ റെസ്പോൺസിബിൾ ഫോർ എബൌട്ട് 20% ഓഫ് എയർ പൊല്യൂഷൻ. നമ്മൾ ഫാക്ടറീസ് ആയാലും ബാക്കി വരുന്ന ഇൻഡസ്ട്രീസ് ആയാലും ഒക്കെ എയർ പൊല്യൂഷൻ 20% അല്ലെങ്കിൽ 20% എയർ പൊല്യൂഷൻ ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന മലിനീകരണം കാരണമാണ്. എക്സ്ഹോസ്റ്റ് ഫ്രം ഓട്ടോമൊബൈൽ contain pollutants like carbon monoxide, carbon dioxide, oxides of nitrogen etc. അപ്പോൾ ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ വാഹനങ്ങളിൽ നിന്ന് വരുന്ന എക്സ്ഹോസ്റ്റ് നിന്നുണ്ടാവുന്നതാണ് ഈ പറയുന്ന ഗ്യാസസ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ട്. കാർബൺ മോണോക്സൈഡ് ആയാലും കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും നൈട്രജൻ ഓക്സൈഡ്സ് ആയാലും എല്ലാം എക്സ്ഹോസ്റ്റിൽ നിന്ന് പുറത്ത് തള്ളുന്നവയാണ്. അപ്പോൾ അതൊക്കെ ഡയറക്റ്റായിട്ട് എത്തുന്നത് എയറിലേക്കാണ്. അതും എയർ പൊല്യൂഷന് കാരണമാവുന്നുണ്ട്. നെക്സ്റ്റ് വൺ, agricultural activities like spray of pesticides, insecticides are carried away by the wind and make the air polluted. ഓക്കെ, അപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഇപ്പോൾ കൃഷികളിൽ കീടങ്ങളൊക്കെ വന്നിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഇൻസെക്ടിസൈഡ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ യൂസ് ചെയ്യുന്നത്. കീടനാശിനികളൊക്കെ തളിക്കുകയും സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് സ്പ്രേ ചെയ്യുമ്പോഴൊക്കെ ഇത് ചെടിയിലേക്ക് എത്തുന്നതിന് മുന്നേ അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ക്രോപ്പിലേക്ക് എത്തുന്നതിന് മുന്നേ ഡയറക്റ്റായിട്ട് എത്തുന്നത് എയറിലാണ്. അപ്പോൾ അത് കാറ്റ് വഴി ഒരുപാട് എയർ പൊല്യൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എയർ പൊല്യൂഷൻ കോസ്ഡ് ബൈ വേരിയസ് എക്സ്പ്ലോസീവ്സ്. പിന്നെ നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ ഭാഗത്ത് നിന്നാവുന്ന എക്സ്പ്ലോഷൻസ്, സ്ഫോടനങ്ങളും പൊട്ടിത്തെറികളും അതൊന്നും ഉണ്ടാവുന്ന എയർ പൊല്യൂഷൻ. അപ്പോൾ ഇത്രയാണ് മാൻമെയ്ഡ് സോഴ്സസ് എന്ന് നമുക്ക് പറയാവുന്നത്. ഇതല്ലാതെ നമുക്ക് ജസ്റ്റ് ആലോചിച്ചാൽ കിട്ടുന്ന ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഇതും കൂടെ ഒന്ന് കൂട്ടിയാൽ മതി. മാൻമെയ്ഡ് സോഴ്സസ് ആയി പറയുന്നത് ഫസ്റ്റ് വൺ പറഞ്ഞത് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. രണ്ടാമത് ഡീഫോറസ്റ്റേഷൻ. അവിടെ ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ബാലൻസിനെ അത് ബ്രേക്ക് ചെയ്യുക ചെയ്യുന്നത്. ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് പൊല്യൂട്ടൻസ്. ഫോസിൽ ഫ്യൂവൽസ് ബേൺ ചെയ്യുമ്പോൾ ദെൻ ഇൻഡസ്ട്രീസ് ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ അബൌട്ട് 20% ഓഫ് എയർ പൊല്യൂഷൻ. ദെൻ എക്സോസ്റ്റ് ഫ്രം ഓട്ടോമൊബൈൽ, വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക കാരണം ഉണ്ടാകുന്ന എയർ പൊല്യൂഷൻ. അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ലൈക്ക് സ്പ്രേ ഓഫ് പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും സ്പ്രേ ചെയ്യുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന എയർ പൊല്യൂഷൻ. ലാസ്റ്റായിട്ട് എക്സ്പ്ലോസീവ്സ് യൂസ് ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന എയർ പൊല്യൂഷൻ. ഓക്കെ, ഇത്രയാണ് സോഴ്സസിൽ രണ്ടെണ്ണം പറഞ്ഞത്, നാച്ചുറൽ സോഴ്സസും ആൻഡ് മാൻമെയ്ഡ് സോഴ്സസും. ഇനി നെക്സ്റ്റ് ഒരു സബ് ടോപ്പിക്കായിട്ട് നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. Effects of air pollution on human health, then effects of air pollution on animals, effects of air pollution on materials and on climate. ഇങ്ങനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ എഫക്റ്റ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ ഹ്യൂമൻ ഹെൽത്ത് എന്നുള്ളതാണ്. അതിൽ ഈ ഒരു ബോക്സിൽ നോക്കിയാൽ അറിയാം പൊല്യൂട്ടൻറ്റും അത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളത് 2 ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഡസ്റ്റ്, പൊടി എന്നുള്ളത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. റെസ്പിറേറ്ററി ഡിസീസസ് ലൈക്ക് സിലിക്കോസിസ് ആൻഡ് ആസ്ബെസ്റ്റോസിസ്. അപ്പോൾ ഈ 2 ഡിസീസസ് ആണ് ഡസ്റ്റ് കാരണം ഹ്യൂമൻ ബീങ്സിന്. അപ്പോൾ ഡസ്റ്റ് അല്ലെങ്കിൽ പൊടി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഐഡിയ കിട്ടും അത് ഏത് ഓർഗനെ ആയിരിക്കും അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയിൽ ഏത് ഓർഗനെ ആയിരിക്കും ബാധിക്കുക എന്നുള്ളത്. നമ്മുടെ റെസ്പിറേറ്ററി അല്ലെങ്കിൽ ശ്വാസകോശത്തെ ആയിരിക്കും അത് ബാധിക്കുക. അപ്പോൾ ഡസ്റ്റ് കാരണം ഉണ്ടാകുന്ന 2 ഡിസീസസ് ആണ് സിലിക്കോസിസ് ആൻഡ് ആസ്ബെസ്റ്റോസിസ് എന്ന് പറയുന്നത്. അടുത്തൊരു പൊല്യൂട്ടൻ എന്ന് പറയുന്നത് സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇറിറ്റേഷൻ, സഫോക്കേഷൻ, റെസ്പിറേറ്ററി ഡിസീസസ് ആൻഡ് ലങ് ക്യാൻസർ വരെ സംഭവിക്കും. ക്യാൻസറാണ്. അപ്പോൾ ഇറിറ്റേഷനും നമുക്ക് ഇങ്ങനെ ഇറിറ്റേഷൻ, ഒരു സ്കിന്നിനൊക്കെ ഇറിറ്റേഷൻ വന്ന് പോകാം. അതേപോലെ തന്നെ സഫോക്കേഷൻ, ഒരു ആകെ മൊത്തം സഫോക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന ഒരു കണ്ടീഷൻ വരാം. പിന്നെ റെസ്പിറേറ്ററി ഡിസീസസ് വേറെ ഒരുപാട് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഡിസീസസ് വരാം. ലങ് ക്യാൻസർ വരെ വരാമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ കാർബൺ മോണോക്സൈഡ്, പോയിസണിങ്, കാർഡിയോവാസ്കുലർ ആൻഡ് പൾമണറി ഡിസീസസ്, ഹൃദയത്തെ ബാധിക്കുന്ന ഞരമ്പുകളെ ബാധിക്കുന്ന ഒക്കെ അസുഖങ്ങൾ വരാം. പോയിസണിങ് വിഷാംശമുള്ള എലമെൻ്റാണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. ഹൈഡ്രോ കാർബൺസ് ക്യാൻസറിന് കാരണമാവാം. ഹൈഡ്രജൻ സൾഫൈഡ് ഇറിറ്റേഷൻ ആൻഡ് സഫോക്കേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ലങ് ഇറിറ്റേഷൻ, നമ്മുടെ ശ്വാസകോശത്തിനെയാണ് അത് ബാധിക്കുന്നത്. ദെൻ ലെഡ് പോയിസണാണ്. മെർക്കുറി നെർവ്, ബ്രെയിൻ ആൻഡ് കിഡ്നി ഡാമേജ്. മെർക്കുറി എന്ന് പറയുന്ന ആ ഒരു എലമെൻ്റാണ് എയറിൽ മിക്സ് ആയിട്ടുള്ളത്. അതാണ് നമ്മൾ ശ്വസിച്ചെന്നുണ്ടെങ്കിൽ അതിന് നെർവ്സിനെയും ബ്രെയിനിനെയും കിഡ്നീനെ വരെ ഡാമേജ് ചെയ്യാം. ദെൻ കാഡ്മിയം ആൻഡ് നിക്കൽ
കാർഡിയോവാസ്കുലർ ഡിസീസസ്, കിഡ്നി ആൻഡ് ലിവർ ഡാമേജ്, ഹൃദയത്തെ ബാധിക്കുന്ന ഡിസീസസ് അല്ലെങ്കിൽ കിഡ്നി ലിവറിനെയൊക്കെ ഡാമേജ് വരുത്തും. അപ്പോൾ ഇത്രയാണ് എയർ പൊല്യൂഷൻ എങ്ങനെ ഹ്യൂമൻ ഹെൽത്തിനെ ബാധിക്കും എന്നുള്ളത്, പൊല്യൂട്ടൻസും അത് ഏതൊക്കെ ഓർഗൻസിനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഡിസീസസ് ആണ് കൊണ്ടുവരുന്നത് എന്നുള്ളതും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ ആനിമൽസിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഇതേപോലെ തന്നെ പൊല്യൂട്ടൻ്റായിട്ടും എഫക്ട്സ് ആയിട്ടും ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഫ്ലോറിൻ, ലോസ് ഇൻ വെയ്റ്റ്, ഡയറിയ ആൻഡ് ലാക്ക് ഓഫ് അപ്പറ്റൈറ്റ്. അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളാണ്. ഫ്ലോറിൻ എന്ന് പറയുന്ന പൊല്യൂട്ടൻ്റ് ആനിമൽസിലുണ്ടാകുന്ന വെയിറ്റ് ലോസ് ആവുക, ഡയറിയയ്ക്ക് കാരണമാകും. അതേപോലെ തന്നെ ലാക്ക് ഓഫ് അപ്പറ്റൈറ്റ്, സ്മെല്ല് ചെയ്യാനും ടേസ്റ്റിനൊക്കെ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കഴിവ് നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. ദെൻ ആർസനിക് എന്ന് പറയുന്ന പൊല്യൂട്ടൻ്റാണ് എയർലി മിക്സ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ വൊമിറ്റിംഗ്, ഡയറിയ, പാരലിസിസ് ആൻഡ് ഡെത്ത്. വൊമിറ്റിംഗ് ടെൻഡൻസി വരും. ദെൻ പാരലിസിസ് ആണ്, തളർന്നു പോകാനുള്ളൊരു തളർന്ന് കിടക്കുക, അല്ലെങ്കിൽ ഏത് അനിമലാണോ അത് ശ്വസിച്ചത് അതിൻ്റെ മരണത്തിന് വരാൻ കാരണമെന്നാണ് പറയുന്നത്. ദെൻ ലെഡ് ഹ്യൂമൻ ബീങ്സിനും ആനിമൽസിനും, ഇതൊക്കെ ഹ്യൂമൻ ബീങ്സിനായാലും ആനിമൽസിനായാലും ഡേഞ്ചറസ് ആണ്. ലെഡ് കാരണം ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ഡയറിയ, പാരലിസിസ് ആൻഡ് ഡെത്ത്. ഇത് തന്നെയാണ് ലെഡിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് പറയുന്നത്. ദെൻ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആണ്, ആ ഒരു എലമെൻറ്റ്സ് ആണ് എയർലി മിക്സ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ക്യാൻസറിനും മരണത്തിനും ഒക്കെ കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ ആനിമൽസ്. നെക്സ്റ്റ് വൺ എഫക്റ്റ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ പൊല്യൂട്ടൻ്റ് കൊടുത്തിട്ടുണ്ട്, മെറ്റീരിയൽസ് ഏതൊക്കെയെന്ന് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ അതിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ SO2 ആൻഡ് H2S. അത് പെയിൻറ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. പെയിൻറ്റിൽ ഫെയ്ഡിങ്, അതിൻ്റെ കളറ് ഫെയ്ഡായി പോകാം, ഡീകളറേഷനൊക്കെ സംഭവിക്കാമെന്നാണ് പറയുന്നത്. ദെൻ SO2 ആൻഡ് ആസിഡ് ഗ്യാസ് ലെതറിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. വീക്കനിങ് ഓഫ് ലെതറിൻ്റെ ക്വാളിറ്റീനെ വീക്കാക്കും, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയിൽ ചേഞ്ചസ് വരുന്ന പറയുന്നത്. SO2 ആൻഡ് ഓസോൺ, അത് റബ്ബറിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ക്രാക്കിംഗ് ആൻഡ് വീക്കനിങ്, അതിൽ ക്രാക്സ് വരും, അതേപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയിൽ വീക്കാവുകയും ചെയ്യും. SO2 ആൻഡ് ആസിഡ് ഗ്യാസ് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ഡീകളറേഷന് കാരണമാവുന്നുണ്ട്. SO2 ആൻഡ് ആസിഡ് ഗ്യാസ് മെറ്റൽസിൽ കൊറോഷന് കാരണമാവുന്നുണ്ട്, തുരുമ്പ് പിടിക്കാനും അതിനൊക്കെ കാരണമാവുന്നുണ്ട്. ദെൻ SO2 ആൻഡ് ആസിഡ് ഗ്യാസ് പേപ്പറിൽ എംപ്ലോയ്മെൻറ്റ്, അല്ലെങ്കിൽ ആ പേപ്പറിൻ്റെ ക്വാളിറ്റീനെ ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറയുന്നത്. പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ഒരു കാരണമാണെന്നാണ് പറയുന്നത്. അപ്പോൾ പൊല്യൂട്ടൻസ് ഏതൊക്കെയാണെന്നുള്ളതും മെറ്റീരിയൽസും അതിനെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ അതിൽ ഫോർത്തായിട്ട് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് വൺ ഹ്യൂമൻ ബീങ്സിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതും, രണ്ടാമത് ആനിമൽസിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, മൂന്നാമത് മെറ്റീരിയൽസിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളത് നോക്കി, നാലാമതായിട്ട് ക്ലൈമറ്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. Due to deforestation and fuel combustion in the industries and automobiles, the carbon dioxide content of the atmosphere is increased every year. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഡീഫോറസ്റ്റേഷൻ കാരണം അതേപോലെ തന്നെ ഫ്യൂൽ കമ്പഷൻ കാരണം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടി വരികയാണ് അറ്റ്മോസ്ഫിയറിൽ. ആ ഒരു ബാലൻസ് ലോസായിട്ട്, കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും തമ്മിലുള്ള ബാലൻസ് ലോസായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടി വരികയാണ്. ദിസ് ഇൻക്രീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വിൽ ഇൻക്രീസ് ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഓഫ് എർത്ത്. ഇത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നത് കാരണം ഉണ്ടാകുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് നേച്ചറിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലെ ക്ലൈമറ്റിൽ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് അതിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നതോറും ടെമ്പറേച്ചർ കൂടും, റിസൾട്ടിങ് ഇൻ ദ മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് വിച്ച് വിൽ കോസ് ഫ്ലഡിങ് ഓഫ് ടൗൺസ്. അപ്പോൾ മഞ്ഞുമലകളൊക്കെ ഉരുകാനുള്ള ചാൻസും അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫ്ലഡിങ്ങിനും കാരണമാണെന്ന് പറയുന്നത്. അപ്പം എയർ പൊല്യൂഷൻ ക്ലൈമറ്റിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നത് ഡീഫോറസ്റ്റേഷനും ബാക്കി മറ്റ് ആക്ടിവിറ്റീസ് കാരണം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയാൽ അത് സ്വാഭാവികമായിട്ട്, ഇപ്പം നമുക്കറിയാം മരങ്ങളുണ്ടെങ്കിൽ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് അതാണ് ഓക്സിജൻ തരുന്നത്. അപ്പോൾ ആ മരങ്ങളുടെ എണ്ണത്തിൽ അത്രയും കുറവ് വന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ്, എയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അതേപോലെ അവിടെ കിടക്കും, അതിനൊരു ചേഞ്ചും വരാതെ. അപ്പോൾ ആ ഒരു കണ്ടീഷനാകുമ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള ചൂട് കൂടാനും അതേപോലെ തന്നെ ആ ഒരു ചൂട് കൂടിയിട്ട് അത് ഈ പോളാർ ഐസൊക്കെ മെൽറ്റ് ആവാനും അതേപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫ്ലഡിനും കാരണമാവുമെന്ന് പറയുന്നു.
അടുത്തതായിട്ട് കൺട്രോൾ ഓഫ് എയർ പൊല്യൂഷനാണ്. എയർ പൊല്യൂഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, പ്രോപ്പർ പ്ലാനിങ് ഓഫ് ടൗൺ, സിറ്റീസ് ആൻഡ് ഇൻഡസ്ട്രീസ്. പ്രോപ്പറായിട്ടൊരു പ്ലാന് കൊണ്ടുവരിക. ടൗണിലായാലും സിറ്റീസിലായാലും ഇൻഡസ്ട്രീസിലൊക്കെ അതിൻ്റെയൊക്കെ കാര്യത്തിൽ പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാന് കൊണ്ടുവരിക. ദിസ് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് അറ്റ് ദ പ്ലാനിങ് സ്റ്റേജ് ഓഫ് ദ സിറ്റി. അപ്പോൾ ഫസ്റ്റ് ഒരു സിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്ലാനിങ് സ്റ്റേജിൽ അത് അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. സെപ്പറേറ്റ് ഏരിയാസ് ആർ സെറ്റിംഗ് ഫോർ ഇൻഡസ്ട്രീസ് ആൻഡ് റെസിഡൻഷ്യൽ ഏരിയാസ്. അപ്പം ഒരു ഫാക്ടറിക്കും ഒരു വീടിനുള്ള ഏരിയാസ് ഡിഫറെൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു ഫാക്ടറിയുടെ അടുത്ത് കൊണ്ടുപോയി വീട് വെക്കാനോ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഫാക്ടറി വെക്കാനോ പാടില്ല. ഒരു സിറ്റി സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം പ്ലാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഹെവി ഇൻഡസ്ട്രീസ് ഷുഡ് നോട്ട് ബി ലൊക്കേറ്റഡ് ടു ക്ലോസ് ടു ഈച്ച് അതർ. അതേപോലെ തന്നെ കുറച്ച് വലിയ ഫാക്ടറീസ് ആണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ആണെന്നുണ്ടെങ്കിൽ അടുത്തടുത്തായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പാടില്ല. അതിന് പറയുന്ന അത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. ന്യൂ ഇൻഡസ്ട്രി ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് അവേ ഫ്രം ലാർജർ സിറ്റീസ്. അപ്പോൾ വലിയ സിറ്റീസിൽ നിന്നും അത്ര പുതിയ ഇൻഡസ്ട്രീസൊന്നും എസ്റ്റാബ്ലിഷ് ചെയ്യരുതെന്നാണ് പറയുന്നത്. രണ്ടാമത്തേത് വെജിറ്റേഷനാണ് വേറൊരു മെത്തേഡായിട്ട് പറയുന്നത്. വെജിറ്റേഷൻ എന്ന് പറയുമ്പോൾ കൃഷി അല്ലെങ്കിൽ പ്ലാന്റ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ്. പ്ലാന്റ്സ് കൺട്രോൾ എയർ പൊല്യൂഷൻ ബൈ യൂട്ടിലൈസിങ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് റിലീസിങ് ഓക്സിജൻ ഇൻ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ നമുക്കറിയാം വെജിറ്റേഷൻ അല്ലെങ്കിൽ പ്ലാന്റ്സ് ഈ ഒരു എയറിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നല്ലേ. അപ്പോൾ ഈ ഡീഫോറസ്റ്റേഷനെ കണക്ട് ചെയ്ത് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പ്ലാന്റ്സ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് നമുക്ക് ഓക്സിജൻ തരുന്നത്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്നുള്ളത്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ എണ്ണം എത്രത്തോളം കൂട്ടുന്നോ അല്ലെങ്കിൽ വെജിറ്റേഷൻ നമ്മൾ എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നോ അത്രത്തോളം നേച്ചറിനും എൻവയോൺമെൻറ്റിനും അതേപോലെ തന്നെ ഹ്യൂമൻ ബീങ്സിനായാലും ആനിമൽസിനായാലും ഒക്കെ അത് നല്ലതാണ്. സ്പീഷീസ് ഓഫ് പൈനസ് ആൻഡ് വീറ്റീസ് ഡീപൊല്യൂട്ട് ദ എയർ ബൈ മെറ്റബോളൈസിങ് നൈട്രജൻ ഓക്സൈഡ്. അപ്പോൾ ഈ പൈനസ് ആൻഡ് വീറ്റീസിൻ്റെ സ്പീഷീസ് നൈട്രജൻ ഓക്സൈഡ്സിൻ്റെ അളവ് കൂട്ടി എയറിനെ ഡീപൊല്യൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത്തരം ട്രീസും പ്ലാന്റ്സും ഒക്കെ വെജിറ്റേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ സിറ്റീസും ടൗൺസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാന് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ പറയുന്ന എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാം. മൂന്നായിട്ട് പറയുന്നത് പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്സ് ആണ്. കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെറ്റിലിംഗ് ചേമ്പർ എന്ന് പറഞ്ഞിട്ട് ഒന്ന്, അതേപോലെ തന്നെ സൈക്ലോൺ സെപ്പറേറ്റേഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് പെർസിപ്പിറ്റേറ്റർ. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എക്യുപ്മെൻറ്റ്സ് ആണ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ ഡേർട്ടി ആയിട്ടുള്ള ഗ്യാസ് 3 ഓപ്പണിംഗ് ഉണ്ട്. ഒന്ന്, ഡേർട്ടി ആയിട്ടുള്ള ഗ്യാസ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്പണിംഗ്. ഇപ്പോൾ സെറ്റിലിംഗ് ചേമ്പേഴ്സിൻ്റെ കാര്യം എടുത്താൽ ഒരു ഡിവൈസാണ്, ഒരു എക്യുപ്മെൻ്റ് ആണ്. അതിൽ ഡേർട്ടി ആയിട്ടുള്ള ഗ്യാസ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഒരു ഓപ്പണിങ്ങിൻ്റെ സെൻട്രലായിട്ട് ഈ ഡസ്റ്റ് കളക്ട് ചെയ്യാൻ, അതിൽ മാലിന്യം കളക്ട് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മറ്റേ ഓപ്പണിങ്ങിലൂടെ ക്ലീൻ ഗ്യാസ് എമിറ്റ് ചെയ്യും. അപ്പോൾ അതിലേക്ക് എൻ്റർ ചെയ്യുന്ന ആ ഒരു പൊല്യൂട്ടഡായിട്ടുള്ള ഗ്യാസ് പുറത്തേക്ക് വരുന്നത് ക്ലീൻ ആയിട്ടാണ്. അതാണ് ഒരു എക്യുപ്മെൻ്റായിട്ട് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് സൈക്ലോൺ സെപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ വേറൊരു എക്യുപ്മെൻ്റാണ്. ഈ പറയുന്ന പോലെ തന്നെ 3 ഓപ്പണിംഗ് ഉണ്ട്. ഫസ്റ്റിലൂടെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഗ്യാസ് എൻ്റർ ചെയ്യും. മുകളിലായിട്ട് ക്ലീൻ ആയിട്ടുള്ള ഗ്യാസ് എമിറ്റ് ചെയ്യാനൊരു ഓപ്പണിംഗ് ഉണ്ട്. താഴോട്ട് ഡസ്റ്റ് കളക്ട് ചെയ്യാനുള്ളതുകൊണ്ട്. ദെൻ അടുത്തായിട്ട് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പെർസിപ്പിറ്റേറ്റർ എന്ന് പറയുന്ന വേറൊരു എക്യുപ്മെൻ്റാണ്. It is an electrically charged particulate present in the polluted gas are separated from gas stream under the influence of electric field. Electric field വെച്ചിട്ട് ഈ പറയുന്ന ഗ്യാസ് എയറിനെ ക്ലീൻ ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റാണ്. ഡേർട്ടി ഗ്യാസ് എൻ്റർ ചെയ്യുന്നതും അത് ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഹെൽപ്പോട് കൂടി കളക്ട് ചെയ്തിട്ട് ക്ലീൻ ഗ്യാസ് പുറത്ത് വിടുകയാണ്. അപ്പോൾ ഈ ഒരു 3 കൺട്രോൾ എക്യുപ്മെൻ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 3 എണ്ണമാണ് നമുക്ക് എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡായിട്ട് പറയാവുന്നത്. ഫസ്റ്റ് വൺ, പ്രോപ്പർ പ്ലാനിങ് ഓഫ് ടൗൺ, സിറ്റീസ് ആൻഡ് ഇൻഡസ്ട്രീസ്. സെക്കൻഡ് വൺ, വെജിറ്റേഷൻ. തേർഡ് വൺ, പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്. അതിൽ 3 എക്യുപ്മെൻറ്റും പറഞ്ഞിട്ടുണ്ട്. 3 എക്യുപ്മെൻറ്റിൻ്റെ ടൈറ്റിൽ നോക്കുക. സെറ്റിലിംഗ് ചേമ്പർ ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ സൈക്ലോൺ സെപ്പറേറ്റേഴ്സ്, തേർഡ് വൺ ഇലക്ട്രോസ്റ്റാറ്റിക് പെർസിപ്പിറ്റേറ്റർ.